റെസിപ്പി റാഗി ലാഞ്ചിയാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ്. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. റാഗി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ബ്ലഡൊക്കെ ഉണ്ടാവാൻ റാഗി നല്ലതാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 തവി റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളം ഒഴിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആട്ടോ. നമ്മുടെ വാട്ടർ, അതായത് നമ്മുടെ വെള്ളം പോലെ തന്നെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇനി അതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ശർക്കര പൊടിച്ചതും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശർക്കരൻ്റെ കൂടെ തന്നെ ഞാൻ ഏലക്കായിട്ടൊന്ന് പൊടിച്ചതുകൊണ്ട് തന്നെ അത് ഇതിൽ കാണിക്കുന്നില്ല. നിങ്ങൾ ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കരയും ഈ തേങ്ങയും കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ടുണ്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങയിൽ ഈ ശർക്കരയൊക്കെ പിടിക്കുന്ന രീതിക്ക് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പാനി ആക്കിയിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുത്താലും മതി. നമ്മൾ മുമ്പ് ഒഴിച്ചടയൊക്കെ ചെയ്തപ്പോൾ അതിന് ഫില്ലിങ്സ് ഉണ്ടാക്കിയില്ല, അതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് എണ്ണയൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു അപ്പം ചുട്ട് കഴിഞ്ഞതാട്ടോ, അതുകൊണ്ടാണ് ഇതിൽ ഈ അപ്പത്തിൻ്റെ ഇതൊക്കെ കിടക്കുന്നത്. ആ വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ അടിയിൽ മാവ് ഊറിയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഒരു തവി മാവെടുത്ത് കുറച്ച് പൊക്കിയിട്ട് ഇതുപോലെ ചുറ്റി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചട്ടി നല്ല ചൂടുണ്ടാവണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല ചൂടിലായിരിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ്, ഏകദേശം 2 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും, വിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് നിന്ന് മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ റാഗി ദോശ എന്നൊക്കെ പറയാം, റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറി കൂട്ടി കഴിക്കാനും നല്ലതാണ്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഫില്ലിങ്സും കൂടെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ചെയ്യുക, ഷെയറും ഒന്ന് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ റാഗി ദോശയും ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ദോശ ഇവിടെ റെഡി ആയിട്ട് ഈ സൈഡ് ഇങ്ങനെ വിട്ട് വരും, അതാണ് ഇതിൻ്റെ വേവിൻ്റെ കണക്ക് കേട്ടോ. മുകളിൽ കുറച്ച് ഡ്രൈ ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ റാഗി ദോശയൊക്കെ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് തിരിച്ചെടുത്തൊന്ന് തണുത്തതിന് ശേഷം ഫില്ലിങ്സ് വെക്കാവൂ കേട്ടോ. തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഫില്ലിങ്സ് എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലത്തെ ഫില്ലിങ്സ് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല റാഗി ആയതുകൊണ്ട് തന്നെ ഈ ശർക്കരയും ഇതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ റാഗിയിൽ ഈ ഫില്ലിങ്സ് വെച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം കേട്ടോ. അവരെന്തായാലും കഴിക്കും. റാഗി വളരെ നല്ലതാണ് ഹെൽത്തിന്, ബ്ലഡ് വെക്കാനും അങ്ങനെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് റാഗി. അപ്പോൾ നമ്മുടെ റാഗി ലാഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ല ഫില്ലിങ്സൊക്കെ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്